إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏറെ ബഹുമാനം നിറഞ്ഞ ഏറ്റവും ആദരണീയരായിട്ടുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായിട്ടുള്ള നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൻ്റെ ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. അല്ലാഹു തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു മഹത്തായ ഔദാര്യമാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിലും ആയുസ്സിലും സമയത്തിലൊക്കെ ബർക്കത്ത് ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് മുമ്പ് ഒരു ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആശങ്ക എന്നോണം നമ്മളെപ്പോഴും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, ഒരു ബർക്കത്ത് കിട്ടാത്ത പോലെയാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട്, കുടുംബത്തോട്, വളരെ അടുത്ത ആളുകളോടൊക്കെ ഈ ആശങ്ക നമ്മൾ പങ്കുവെക്കാറുണ്ട്. വ്യക്തി ജീവിതത്തിൽ ഒരു ബർക്കത്ത് കിട്ടാത്ത പോലെ അനുഭവപ്പെടുന്നു. കുടുംബജീവിതത്തിൽ, സന്താനങ്ങളുടെ കാര്യത്തിൽ, സമ്പത്തിൽ, കച്ചവടത്തിൽ ഒരു ബർക്കത്ത് ലഭിക്കാത്ത പോലെ, എവിടെയൊക്കെയോ ബർക്കത്ത് നഷ്ടപ്പെടുന്ന പോലെ വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ പറയും. ശരിക്കും അതിൻ്റെ ശരിയായ പരിഹാരം എന്തായിരിക്കും, അതിൻ്റെ വേരായ കാരണം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും അതിൽ ചികിത്സ നൽകാൻ ശ്രമിക്കുകയും ചെയ്യാത്തൊരവസ്ഥയാണ് ഈ ഒരു ബർക്കത്തില്ലായ്മ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക,
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദാസന്മാർക്ക് അവൻ്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് പ്രത്യേകം നൽകുന്ന ഒന്നാണ് ബർക്കത്ത്. അത് അല്ലാഹു എല്ലാവർക്കും കൊടുക്കൂല. അത് ലഭിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാനും കഴിയും. അത് നമ്മൾ പാലിച്ചു നോക്കൂ, സ്വാഭാവികമായും നമ്മുടെ ഏത് മേഖലയിലും ബർക്കത്ത് ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എല്ലാ മേഖലയിലും ബർക്കത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കുക, ഈ ബർക്കത്ത് എന്ന് പറയുന്നത്, അനുഗ്രഹം എന്ന് പറയുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ് എന്ന് നമ്മൾ ആത്യന്തികമായി അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ബർക്കത്ത് മാത്രമല്ല കേട്ടോ, ഏത് കാര്യങ്ങളും അള്ളാഹിൻ്റെ അടുത്താണ്. ഇപ്പോൾ നമ്മൾ പറയും, ആളുകളുടെ ഇടയിൽ എനിക്കൊരു നിലയും വിലയും കിട്ടുന്നില്ല. ഈ പ്രതാപം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇസ്സത്ത്. ആ ഇസ്സത്തിൻ്റെ സോഴ്സ് ശരിക്കും എവിടെയാണ്? സ്രോതസ് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹിനോട് അത് ചോദിക്കണം, പടച്ചോനെ എനിക്ക് വഖാറ് തരണം, എനിക്ക് ഇസ്സത്ത് തരണം എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമാണ്. അത് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടണം. സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്, ബർക്കത്തിൻ്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ കാരുണ്യത്തിൻ്റെ കാര്യത്തിൽ, മവദ്ദത്ത്, സ്നേഹം, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത് റബ്ബാണ്, അള്ളയാണ്. ഇപ്പോൾ ഇൽമിൻ്റെ കാര്യം നോക്കൂ നിങ്ങൾ, അറിവിൻ്റെ കാര്യം. നമ്മൾ കുറേ വായിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അറിവുണ്ടാവോ? ഇല്ല. ഇസ്ലാം പറയുന്നത് അറിവിൻ്റെ സ്രോതസ് അള്ളാഹുവാണ്, ഇൽമിൻ്റെ സ്രോതസ്. അതുകൊണ്ട് അള്ളാഹിനോട് അത് ചോദിക്കണം. അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂല് റബ്ബി സിദ്നി ഇൽമ, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതും ചൊല്ലാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടതും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിആയ ഇൽമ നീ എനിക്ക് നൽകണമേ, ഉപകാരപ്രദമായ അറിവ്, വറിസ്ഖൻ ത്വയ്യിബ, വിശുദ്ധമായ ഉപജീവനം. കാരണം റിസ്ഖാര തരുന്നത്, റസാഖാര അള്ളയാണ്, റാസിഖാര അള്ളയാണ്. അപ്പൊ ആ അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഉപജീവനം, വിശുദ്ധമായ ഉപജീവനം ജീവിതത്തിൽ സമ്പാദിക്കാൻ പറ്റണം. അപ്പൊ അള്ളഹാനോട് തന്നെ ചോദിക്കണം. ഇൽമിന്റെ സോഴ്സ് ആരാ? സ്രോതസ് ആരാ? അള്ളയാണ്. അതുകൊണ്ട് അള്ളഹാനോട് തന്നെ പറയണം, അല്ലാഹുവേ എനിക്ക് നീ ഇൽമ നൽകണമേ, റിസ്ഖ് നൽകണമേ. ചെയ്യുന്ന അമലുകളൊക്കെ ആരാണ് സ്വീകരിക്കേണ്ടത്? അള്ളയാണ്. അതുകൊണ്ട് അള്ളഹാനോട് പറയുന്നു, വഅമല മുതഖബ്ബല, സ്വീകരിക്കുന്ന അമലുകളും നീ എനിക്ക് നൽകണമേ. ഇതേപോലെ തന്നെയാണ് സഹോദരന്മാരെ ബർക്കത്ത് എന്ന് പറയുന്നതും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പക്കലാണ്, ബർക്കത്തും അള്ളാഹിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹിനോട് അത് ചോദിച്ചു വാങ്ങണം നമ്മൾ. പടച്ചോനെ എനിക്ക് നീ അത് തരയണമേ എന്ന് നമ്മൾ ആവശ്യപ്പെടണം. പക്ഷെ അത് നമ്മൾ ചോദിച്ചാലും അത് ലഭിക്കണമെങ്കിൽ, അള്ളാഹു അത് തരണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, കച്ചവടത്തിൽ, ആരോഗ്യത്തിൽ, ആയുസ്സിൽ ഒക്കെ ബർക്കത്ത് കിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ വേറെ കുറേ ആളുകൾ ചെയ്തു. ഒരു ഉദാഹരണം പറയണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ കച്ചവടം തന്നെ വേറെ ടീമും ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എനിക്കിനി സമ്പത്തിൽ വർധനം ഉണ്ടാവില്ല. അങ്ങനെയാണോ? അല്ല. ഇപ്പോൾ നമ്മളൊരു ടാക്സി വാങ്ങിച്ചു, കുറേ ആൾക്കാർ വേറെയും ടാക്സി വാങ്ങിച്ചു, അപ്പോൾ എനിക്കിനി ഓട്ടം കിട്ടൂല. അങ്ങനെയാണോ? അല്ല. അള്ളാഹു നമുക്ക് കണക്കാക്കിയ ഒരു വരുമാനം ഉണ്ടാകും, അള്ളാഹ് നമുക്ക് കണക്കാക്കിയ ഒരു റിസ്ക് ഉണ്ടാകും. അത് നമ്മൾ ചെയ്യുന്ന അതേ കാര്യം, ആശയം, അല്ലെങ്കിൽ അതേ കാര്യം തന്നെ വേറെ 100 പേര് ചെയ്താലും അള്ളാഹ് നമുക്ക് കണക്കാക്കിയ ഒരു റിസ്ക് ഉണ്ടാകും. അത് ഇനി നമ്മൾ ചെയ്യുന്ന, സ്വന്തമായി ചെയ്യുന്ന, വേറെ ആരുടെ ആശയത്തിലില്ലാത്ത ഒന്നാണോ? എന്നാലും അള്ളാഹ് കണക്കാക്കിയ ഒരു റിസ്ക് ഉണ്ടാവും. അതേ നമുക്ക് കിട്ടുള്ളൂ, അതേ നമുക്ക് വരുള്ളൂ. ആ വരുന്ന റിസ്ക്കിൽ, ആ കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇപ്പൊ 35-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിർ, അതിന്റെ 1-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം ഇതാണ്. അല്ലാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും വല്ല റഹ്മത്തും വല്ല അനുഗ്രഹവും അല്ലാഹു തആല തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കാൻ ഒരാളെ കൊണ്ടും കഴിയൂല. ഇപ്പോൾ നമുക്ക് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല എന്തെങ്കിലും ഒരു ബർക്കത്ത് അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു റഹ്മത്ത്, കാരുണ്യം അള്ളാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, ഇനി ബാക്കി എത്ര പേര് അസൂയപ്പെട്ടിട്ടും കുടുംബത്തിൽ എത്ര ആളുകൾ അത് തടസ്സപ്പെടുത്താൻ നോക്കിയിട്ടും കാര്യമില്ല.
അല്ലെങ്കിൽ കൂടെയുള്ള സുഹൃത്തുക്കൾ എത്ര അസൂയപ്പെട്ടിട്ടും അല്ലെങ്കിൽ അതിനു വേണ്ടി അവരത് തടയാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹു നമുക്ക് കണക്കാക്കിയ ആ റഹ്മത്ത് നമുക്ക് ലഭിക്കന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു തആല മനുഷ്യർക്ക് വല്ല റഹ്മത്തും തുറന്നു കൊടുക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ടും അത് പിടിച്ചു വെക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നാ പിന്നെ ആർക്കും അത് തടഞ്ഞു വെക്കാൻ കഴിയൂല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹു തആല ഒരു കാര്യം പിടിച്ചു വെക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ, കൊടുക്കാതെ പിടിച്ചു വെക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഏത് കാര്യവും റബ്ബിൻ്റെ അടുത്താണ്. അതിനി ആരെന്തൊക്കെ തടസ്സപ്പെട്ടാലും ആരെന്തൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും എനിക്ക് വരുന്ന ബർക്കത്തിനെ തടയാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു എനിക്ക് ആ ബർക്കത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ, എൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ അള്ളാഹ് ബർക്കത്ത് കണക്കാക്കിയിട്ടുണ്ടോ എങ്കിൽ അതെനിക്ക് കിട്ടുന്നെ ചെയ്യും. ഇനി അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് നേടിയെടുക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ മഹാനായ ഈസാ അലൈഹിസ്സലാം, പരിശുദ്ധ ഖുർആനിൽ ഈസാ അലൈഹിസ്സലാം പറയുന്നതായിട്ടുള്ള ഒരു കാര്യം കാണാൻ പറ്റും. വജഅലനി മുബാറകൻ ഐനമാ കുൻത്. ഖുർആനിന്റെ 19-ാമത്തെ അധ്യായം സൂറത്തു മറിയമിന്റെ 31-ാമത്തെ ആയത്താണ്, വചനമാണ്. അള്ളാഹു തആല പറയാണ്, ഈസാ അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് പറയാണ്, ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ രക്ഷിതാവ് എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു എന്ന്. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ രക്ഷിതാവ് എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. അത് വല്ലാത്തൊരു തൗഫീഖല്ലേ അത്. നമ്മൾ എന്ത് ചെയ്താലും അത് സക്സസ് ആവുക, നമ്മൾ എന്ത് ചെയ്താലും അതിൽ ബർക്കത്ത് ഉണ്ടാവുക, എവിടെ എത്തിപ്പെട്ടാലും അതിൽ ബർക്കത്ത് ഉണ്ടാവുക. അത് വല്ലാത്തൊരു തൗഫീഖാണ്. ഈസാ അലൈഹിസ്സലാം പറഞ്ഞത് അതാണ്, എൻ്റെ രക്ഷിതാവ് എനിക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു, ബർക്കത്ത് നൽകിയിരിക്കുന്നു. അത് ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ രക്ഷിതാവ് എനിക്കത് തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അത് നമ്മുടെ ആരോഗ്യത്തിൽ നല്ല ബർക്കത്ത് ഉണ്ടാവണമെന്ന്, നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ബർക്കത്ത് ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കണില്ലേ? മക്കളുടെ കാര്യത്തിൽ, നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൽ, നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ബർക്കത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണില്ലേ? അതൊക്കെ തരുന്നത് ആരാ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത് പടച്ചോനല്ലേ, അള്ളാഹു അല്ലേ. അതുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ ബർക്കത്ത് നൽകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒന്ന് അള്ളാഹിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിനുള്ള ഇത്വാഅത്ത്, അനുസരണം, അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹ്ക്കുള്ള അനുസരണം അള്ളാഹ്ക്ക് മാത്രം. അടിസ്ഥാനപരമായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക. സ്വാഭാവികമായിട്ടും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനുമുള്ള അനുസരണമാണത്. അള്ളാഹിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലിനനുസരിക്കലുമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതാണല്ലോ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പരമാവധി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, പാപമോചനം വർദ്ധിപ്പിക്കുക, കുടുംബബന്ധം നിലനിർത്തുക, പെരുമാറ്റം നന്നാക്കുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കാനുള്ള കാരണങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ആയത്ത് ഖുർആനിൽ കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ആയത്താണ്. നമ്മളത് മറന്നു പോകുന്ന ഘട്ടത്തിൽ ഈ നമ്പർ ഓർത്തിട്ട് ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത്, പരിഭാഷയൊക്കെ വായിക്കുന്ന സമയത്ത് ഇതൊന്നും എടുത്ത് നോക്കിയാൽ മതി. 7-ാമത്തെ സൂറത്താണിത്. ഖുർആനിലെ 7-ാമത്തെ സൂറത്ത് സൂറത്തുൽ അറാഫാണ്. അതിലെ 96-ാമത്തെ വചനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു തആല പറയണു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അള്ളാഹു തആല പറയാട്ടോ, ആ രാജ്യക്കാർ, ആ പ്രദേശക്കാര് വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ, ഈമാൻ നിലനിർത്തുകയും മുഅ്മിനീങ്ങളാവുകയും വിശ്വാസം നിലനിർത്തുകയും, അതായത് തൗഹീദ്, ആ വിശ്വാസം അവർ കൈപ്പറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സൂക്ഷ്മത, തഖ്വ അവർ പാലിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നാം അവർക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം എന്നാണല്ലോ നമ്മൾ പ്രയോഗിക്കാറുള്ളത്, മുഴുവൻ എന്നുള്ള അർത്ഥത്തിൽ. ആകാശത്തു നിന്നുള്ള ബർക്കത്ത് ഇറക്കി കൊടുക്കും, ഭൂമിയിൽ നിന്നുള്ള ബർക്കത്ത് ഇറക്കി കൊടുക്കും. നമ്മളെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഇത് ഭൂമിയിൽ നിന്ന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അള്ളാഹു തആല ഉപരിലോകത്ത് നിന്ന് ഇറക്കി തരും. ഇത് രണ്ടും ചെയ്തരുന്ന
പ്രത്യേകമായൊരു അനുഗ്രഹം നമുക്ക് തന്നെ കണക്കാക്കാൻ പറ്റൂല. ഇപ്പോൾ മറിയം ബീവിനോട് ചോദിക്കുന്നുണ്ട് എവിടുന്നാണ് ഈ ഭക്ഷണം എന്ന്, ഹന്നാലക്കി ഹാദ. അപ്പം മറിയം ബീവി പറയണതുണ്ട് ഇതൊക്കെ എൻ്റെ പടച്ചോ എനിക്ക് തന്നതാണ്. ആ പ്രദേശത്ത് എവിടെയും കാണാത്ത ടൈപ്പ് ഭക്ഷണം. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ ആദരിച്ചതിൻ്റെ ഭാഗമായി, കറാമത്തിൻ്റെ ഭാഗമായി ഇറക്കി കൊടുത്തതാണത്. ആകാശത്തുനിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്തു. അള്ളാഹു തആല അങ്ങനെയാണ് ചില അടിമകൾക്ക്, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ചില അടിമകൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു തആല റിസ്ക് കണ്ടു കൊടുക്കും. എന്നിട്ട് അള്ളാഹു തആല ആയത്ത് തന്നെ പറയുന്നുണ്ട് അവർക്ക് എങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. എവിടുന്നാണ് പഠിച്ചോനെ ഇത്രയും സമ്പാദ്യം എനിക്ക് വരുന്നത്? എങ്ങനെ നോക്കിയിട്ടും ചെലവാക്കിയിട്ടും എന്തൊക്കെ ചെലവ് വന്നിട്ടും ഭയങ്കര ബർക്കത്ത് ലഭിക്കണ്ടല്ലോ, പൈസ പിന്നെയും വരുന്നുണ്ടല്ലോ, ആരോഗ്യം പിന്നെയും ഉണ്ടാവുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുമ്പോൾ, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമാണത്. അങ്ങനെ ജീവിച്ചാലേ, അങ്ങനെ ചെയ്താലേ അത് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സ്രോതസ് പടച്ചോനാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് അത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ അള്ളാഹ് പറഞ്ഞ എന്താണ്? ആ രാജ്യക്കാർക്ക്, ആ പ്രദേശക്കാര് വിശ്വസിച്ചിരുന്നു എങ്കിൽ, അതായത് തൗഹീദിന്റെ കാര്യം നന്നാക്കിയിരുന്നു എങ്കിൽ, കുഫറും ഷിർക്കും ഹറാമും എല്ലാം ബിദ്അത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഏത് ഘട്ടത്തിലും, സന്തോഷത്തിലാകട്ടെ സന്താപത്തിലാകട്ടെ, ഏത് ഘട്ടത്തിലും ഈ നെറ്റിത്തടം അത് അള്ളാഹിൻ്റെ മുമ്പിൽ മാത്രമേ താവുള്ളൂ. ഒരു ഖബറിൻ്റെ മുമ്പിലും, ഒരു മഹാന്റെ മുമ്പിലും, ഒരു ഔലിയൻ്റെ മുമ്പിലും, ആരുടെ മുമ്പിലും ഞാൻ എൻ്റെ വിഷമം പങ്കുവെക്കൂല. എന്ത് പ്രശ്നം വന്നാലും, കുടുംബത്തിൽ ആർക്ക് എന്തൊക്കെ അസുഖം വന്നാലും, മക്കൾക്ക് എന്ത് പ്രയാസം വന്നാലും, തൗഹീദിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. പടച്ചോനോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. എത്ര പ്രയാസം അനുഭവിക്കേണ്ടി വന്നാലും, കച്ചവടത്തിൽ എന്തൊക്കെ മാന്യം അനുഭവപ്പെട്ടാലും ശരി. ആളുകൾ ഇങ്ങനെ പറയും അവിടെ ഒന്ന് പോയോക്ക, അവിടെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിയോക്ക്, അവിടെ ഒന്ന് പോയി വിഷമം പറഞ്ഞോക്ക്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ മാത്രമേ വിഷമം പറയുള്ളൂ എന്ന് ഉറച്ച തീരുമാനങ്ങൾ എടുത്തു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ടെസ്റ്റ് ചെയ്യാനാണ് ജീവിതത്തിൽ ഇങ്ങനെ ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ തരുന്നത്. അവരെങ്ങോട്ട് നീങ്ങുന്നു എന്നറിയാൻ. സന്തോഷത്തിൻ്റെ കാര്യത്തിലല്ല, പരീക്ഷണങ്ങൾ തരുമ്പോഴായിരിക്കും നമ്മൾ പതറുക. അങ്ങനെ പരീക്ഷണങ്ങൾ തന്നു നോക്കും. എന്തിന്? ടെസ്റ്റ് ചെയ്യാൻ തന്നു നോക്കും. അവർ എന്നെ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ, എനിക്ക് കീഴ്പ്പെടുന്നുണ്ടോ, കൂടുതൽ നന്ദി കാണിക്കുന്നുണ്ടോ, തൗഹീദ് മുറുകെ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ കുടുംബത്തോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. എന്ത് പ്രയാസം ഉണ്ടായാലും ഈ അള്ളാഹിനോട് എൻ്റെ വിഷമം പറയും, പടച്ചോനത് ശരിയാക്കി തരും, അള്ളാഹ് ശരിയാക്കി തരും എന്നാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശം. അതാ പറഞ്ഞത്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് ശരിയാക്കുക. അള്ളാഹ് പറഞ്ഞത് ആ ജനത തൗഹീദ് സ്വീകരിച്ചിരുന്നു എങ്കിൽ, അതായത് വിശ്വാസം ശരിയാക്കിയിരുന്നു എങ്കിൽ, അതേപോലെ തന്നെ ആമനു വത്തഖൗ തഖ്വ പാലിച്ചിരുന്നു എങ്കിൽ, ലഫതഹ്ന അലൈഹിം ബറകാത്തി മിനസ് സമാഇ വൽ അർദ്, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബറക്കത്തുകൾ, അനുഗ്രഹങ്ങൾ അങ്ങോട്ട് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ്. വലാകിൻ കദ്ദബു, പക്ഷെ അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അവർ അല്ലാഹനെ ധിക്കരിച്ചു, നിഷേധിച്ചു. ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് നാം അവരെ പിടികൂടി എന്ന് 7-ാമത്തെ സൂറത്തുൽ ആറാഫിൻ്റെ 96-ാമത്തെ വചനത്തിൽ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സൂറത്ത് നിന്ന്, ഈ ആയത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? 2 കാര്യങ്ങൾ നമ്മൾ വളരെ അടിസ്ഥാനപരമായി, വളരെ ജാഗ്രതയോടെ, വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ചാൽ അള്ളാഹു തആല ബർക്കത്ത് തരും. ഒന്ന് ഈമാനാണ്. അത് ഞാൻ പറഞ്ഞു, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് കുറേ അറിവുകളൊന്നും വന്നു കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അള്ളാഹിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളോടും, ഒരു പടപ്പിനോടും, ഒരു അഭൗതിക ശക്തിയോടും, ഒരു ഭൗതിക ശക്തിയോടും, ആരോടാകട്ടെ പ്രാർത്ഥന, സഹായത്തേട്ടം അത് അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നമ്മൾ നിലനിർത്തിയാൽ നമ്മുടെ തൗഹീദ് പൂർണ്ണാകും. ആ തൗഹീദ് നമ്മൾ പൂർത്തിയാക്കുക. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മരിച്ചുപോയ മഹാന്മാരായ ആളുകൾ, ഒരുപക്ഷെ ആ ഖബറിൽ കിടക്കുന്നൊക്കെ മഹാന്മാരായ ആളുകളായിരിക്കും. നമ്മൾ പോയിട്ട് അവരോടാണോ സങ്കടം പറയേണ്ടത്? അള്ളാഹ് പറയാണ്, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. ഇത് ഖുർആനിലുള്ള ആയത്താട്ടോ, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ സൂറത്തിലെ 20-21 വചനങ്ങളാണ്. അള്ളാഹ്ക്ക് പുറമെ അവർ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാണ് താനും. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവർ അംവാത്തുൻ ഗൈറു അഹിയാഇൻ,
അവർ മരിച്ചു പോയവരല്ലേ, ജീവിച്ചിരിക്കുന്നവരല്ലല്ലോ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് ആ ഖബറിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിയൂല. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണോ നിങ്ങൾ ഈ സഹായം തേടുന്നത്, നിങ്ങളെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് എന്ന്? എന്നാണ് ആ ഖബറിൽ നിന്ന് അവർ തിരിച്ചു വരിക, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക, അതുപോലും അവർക്ക് അറിയില്ല. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് പോയിട്ടാണ് നിങ്ങൾ ഈ സഹായം തേടുന്നതും നിങ്ങളെ വിഷമങ്ങൾ പറയണതും നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി ബർക്കത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന ഏത് ഘട്ടത്തിൽ നമ്മൾ അള്ളാഹിനോട് തന്നെ ആവണം. അനുസരണം റബ്ബിന് മാത്രമായിരിക്കണം, അള്ളാഹിൻ്റെ റസൂലിനനുസരിച്ച് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു തആല പറയുന്നത് ബർക്കത്ത് തരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറ ബീവിയെ ഇന്ന് കാബ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്താക്കിപ്പോയി. അപ്പൊ ഇബ്രാഹിം നബിനോട് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട്, ഇനിയും ഈ കൈക്കുഞ്ഞിനെയും ഇവിടെ ആക്കിയിട്ട് എവിടേക്കാണ് പോണത്? അള്ളാഹു പറഞ്ഞത് കൊണ്ടായിരിക്കില്ലേ? ഇബ്രാഹിം നബി പറയണം, അതേ ഹാജർ, അള്ള പറഞ്ഞത് കൊണ്ടാണ്. എന്നാ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളിട്ടോ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ ആക്കിയിട്ട് പോണത്. ഒരാൾ പോലും ഇല്ല, ഒരു ചെടിയില്ല, ഒരു തരിശു ഭൂമി, ഒരു പക്ക മരുഭൂമിയിൽ ഇട്ടിട്ട് പോവാണ്. അപ്പൊ അള്ള പറഞ്ഞിട്ടായിരിക്കില്ലേ? അതെ, എന്നാ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഇനിയും കുഞ്ഞിനെയും കുട്ടിനെയും അള്ള നോക്കിക്കോളും. ഒരു ഭക്ഷണം പോലും ഇല്ലാത്ത, വേണ്ട ഒരു വെള്ളം പോലും ഇല്ല, ഇനി ഒരു എടുത്ത് തിന്നാൻ എന്തെങ്കിലും ഒരു ഇല അതുപോലും ഇല്ലാത്തൊരു സ്ഥലം, അവിടെ അള്ളാഹു തആല ബർക്കത്ത് ചൊരിഞ്ഞു കൊടുത്തില്ലേ? എന്താ അതിൻ്റെ കാരണം? വിശ്വാസം പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്, ഈമാൻ പെർഫെക്റ്റ് ആണ്. രണ്ടാമത്തത് ആ തവക്കുലും. ആ തവക്കുല് വരുന്നത് എന്തുകൊണ്ടാ? ഈ പറയുന്ന ഈമാനും തഖ്വയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി, ഭർത്താവായ ഇബ്രാഹിം നബിനോട് പറയുന്നത്, നിങ്ങൾ പോയിക്കോളി, അള്ള പറഞ്ഞിട്ടല്ലേ പോണത്, കുഴപ്പമില്ല പോയിക്കോളി, ഇനിയും കുട്ടിനെ അള്ള നോക്കിക്കോളും. എന്താ ചെയ്തു കൊടുത്ത്? ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആ മരുഭൂമിയിൽ, എവിടുന്നാണ് ഇതിൻ്റെ ഉറവ സ്രോതസ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹു തആല സംസം അങ്ങോട്ട് കൊടുത്ത്, അത് ഇന്നും നിലക്കാണ്, ഇന്നും നിലക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ പടച്ചോൻ ഇത്ര ഉള്ളൂ, അള്ള വിചാരിച്ച അത്ര ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൂക്ഷ്മതയും കാര്യങ്ങളും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും തൗഹീദിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ, കാരണം അങ്ങനെയൊക്കെ വരും, ഓരോ ഘട്ടങ്ങൾ വരും ജീവിതത്തിൽ, കടുത്ത പരീക്ഷണങ്ങളൊക്കെ വരും ചില ആളുകൾക്ക്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മുറുകെ പിടിച്ചു നോക്കും, ഒരിക്കലും ഞാൻ ചെയ്യൂല, അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കൂല എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കും. പക്ഷെ കുടുംബത്തിന്റെ ഭയങ്കര സമ്മർദ്ദം വരും. ഈ കുട്ടിക്ക് അസുഖമായിട്ട് ഇങ്ങനെ നിന്നോട്ടാ, ആ കുട്ടീനാണ് കൊന്നാളി എന്നൊക്കെ വരെ കുത്തുവാക്ക് പറയുന്നവരുണ്ടാകും. എന്തിനാ പറയാ? ഒന്ന് അവിടെ പോയിട്ടൊരു ഏലസ് കെട്ടിയോക്ക് എന്ന് പറയാനാണ് ഈ പറയണത്. അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട്, അവിടെയും പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ഡോക്ടറെ കാണിക്കും, ഭൗതികമായ കാര്യങ്ങളും ഇതൊക്കെ സ്വീകരിക്കും, പക്ഷേ പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ തീരുമാനം എടുക്കും. അപ്പം ചില സമയങ്ങളിൽ ആളുകൾക്ക് മനസ്സിൽ തോന്നും, പറയണ പോലെ ഒന്ന് ചെയ്താൽ എന്താ, അസുഖം മാറിക്കിട്ടല്ലോ, കച്ചവടത്തിലുള്ള ഈ സമ്പത്തിലുള്ള മാന്യം, ഇപ്പോഴുള്ള ക്രൈസിസ് ഒക്കെ നീങ്ങിക്കിട്ടല്ലോ എന്ന് ചിന്തിക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരത്തിൽ അവരുടെ വാളൊക്കെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അതൊരു ആരാധ്യ വസ്തുവായിട്ട് ഇങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകൾ, സ്വഹാബികൾ, അവരിങ്ങനെ അടുത്ത കാലത്ത്, സമീപകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ കേട്ടോ, അവർക്ക് വേണ്ടത്ര അറിവോ പക്വതയോ പാകതയോ ആയിട്ടില്ല. അവരിങ്ങനെ പറയണം, റസൂലെ അതേപോലത്തെ ഒരു മരം നമുക്കും കിട്ടുമെന്ന്, ദാത്തു അൻവാത്ത് പോലെ. റസൂലുള്ള പറയണത്, എന്താ നിങ്ങൾ ഈ പറയണത്? നിങ്ങളെ വിശ്വാസം പൂർത്തിയായിട്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ പറയണത്? പാളി പോകുന്നുണ്ടോ, പതറി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏത് ഒരു യുദ്ധത്തിന്റെ മുഖത്താണ് അവർ ചോദിച്ചു പോണത്. അതേപോലെ ഒരു മരം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാ പറയണത്. ബർക്കത്ത് എടുക്കാൻ ഒരു പ്രത്യേക വസ്തു ഒന്നും ആവശ്യമില്ല, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തരും. അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രതീക്ഷ കൈവിടാതെ റബ്ബിനോട് ചോദിച്ചുകൊണ്ട് നിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തരും എന്നാണ്. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. നമ്മൾ പ്രയാസത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള ശ്രമമൊക്കെ നടത്തി നോക്കി, അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് തരും. അള്ളാഹ് പറഞ്ഞ എന്താ? യംഹഖല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്. റിബ, പലിശ, പലിശയുടെ കാര്യത്തിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ ക്ഷയിപ്പിക്കേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് തോന്നും ഇപ്പത്തെ ഒരു പ്രയാസം തീർന്നല്ലോ എന്ന്, പക്ഷെ നിങ്ങളെ ക്ഷയിപ്പിക്കും, ഇല്ലാതാക്കും. വയുർബിസ് സദഖാത്ത്, സദഖ അള്ളാഹു ഇങ്ങനെ പോഷിപ്പിച്ചു തരും. അപ്പൊ അള്ളാഹു നിങ്ങൾ എത്രത്തോളം ദാനധർമ്മം ചെയ്യുന്നോ, എത്രത്തോളം സ്വതക്ക ചെയ്യുന്നോ, അത്രയും അള്ളാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് നൽകും എന്നാണ്. അതേപോലെ തന്നെ ഈ കച്ചവടത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മളെ വാഹനം പെട്ടെന്നാണ് വിറ്റു പോകാൻ, അല്ലെങ്കിൽ നമ്മളെ കട വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോകാൻ, ഒരു സ്ഥലം കച്ചവടം ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റുകാരൊക്കെ പറയും ഇവിടെ ഫുള്ള് നല്ല വെള്ളം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കും. സംഭവം കുറച്ച് മുമ്പുള്ളവർ അവിടെ വീടും ഇതൊക്കെ ഉപേക്ഷിച്ച് പോയതന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കും.
പക്ഷെ പറഞ്ഞ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് പൂഴ്ത്തിവെപ്പ് നടത്തി കളവ് പറഞ്ഞിട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സത്യം ചെയ്ത് കച്ചവടം ചെയ്യുന്നത്, അതായത് ഇതിങ്ങനെ തന്നെയാണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ, ഈ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, അതാ ഈ വീടിന് ഒരു പ്രശ്നമില്ല, ഈ സ്ഥലത്തിന് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ കടക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു വസ്തു കച്ചവടം ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചരക്കുകൾ വിറ്റഴിക്കപ്പെടും, അത് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകും, പക്ഷെ ബർക്കത്ത് നഷ്ടമാക്കി കളയുന്ന. അപ്പോൾ ആ ബർക്കത്ത് കിട്ടാത്ത കാലത്തോളം നമ്മളിങ്ങനെ സമ്പാദിക്കും, ആ സമ്പാദിച്ച പൈസ പെട്ടെന്നായിരിക്കും എവിടേക്കെങ്കിലും പോവുക. അപ്പോൾ നമ്മൾ ഇരട്ടി പ്രയാസത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, എന്താ കുറേ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടാണ് ഈ പൈസ പോകുന്നത് മനസ്സിലാവണില്ല. അതിൻ്റെ കാരണം എന്താ? ബർക്കത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ബർക്കത്ത് നിലനിൽക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബർക്കത്ത് നേടിയെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് പ്രഭാതത്തിൽ തന്നെ, രാവിലെ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രഭാതത്തിൽ ബർക്കത്തുണ്ട് എന്ന്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന്. മഹാനായ ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കേണ്ട പോലെ തവക്കുലാക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്കും ഉപജീവനം നൽകും. കാരണം എന്താ? പക്ഷികൾ രാവിലെ അവരുടെ കൂടുകളിൽ നിന്ന് ഒട്ടിയ വയറുമായിട്ട് കൂട് വിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ പറയണ ബർക്കത്തിട്ടണില്ല, ഉപജീവനം ഇല്ല എന്ന്. ശരിക്കും അവർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷികൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂട് വിട്ട് ഇറങ്ങുന്നുണ്ട്. അവർക്ക് അറിയില്ല അവരുടെ ബർക്കത്തും റിസ്ക് എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ എന്നിട്ടും അവർ കൂട് വിട്ട് ഇറങ്ങുകയാണ്. പക്ഷെ അവർ തിരിച്ചു വരുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ് എന്ന്. അതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നമ്മൾ രാവിലെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ ആത്യന്തികമായി നമ്മൾ ഈമാൻ ശരിയാക്കുക, തൗഹീദ് പെർഫെക്റ്റ് ആക്കുക, അതേപോലെ തന്നെ അള്ളാഹുള്ള അനുസരണം നിലനിർത്തി മുന്നോട്ട് പോവുക, കുടുംബബന്ധം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം നന്നാക്കുക, ആളുകളോടുള്ള പെരുമാറ്റം നന്നാക്കുക, ദാനധർമ്മം അധികരിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമ്പത്തിൽ, കച്ചവടത്തിൽ, മക്കളുടെ കാര്യത്തിൽ എല്ലാത്തിലും ബർക്കത്ത് തരുമെന്ന് അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബർക്കത്ത് ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, അതിനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഏത് കാര്യത്തിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വലം മകുൻ ബിദുആഇക റബ്ബി ശഖിയ എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ഖുർആൻ്റെ 19-ാമത്തെ സൂറത്ത് മറിയമിൻ്റെ 4-ാമത്തെ വചനമാണ്, 4-ാമത്തെ ആയത്താണ്. എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല, ഞാൻ കുറേ ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനത്തെ വർത്താനം നമ്മൾ പറയരുത്. നമ്മളെക്കാളും കാര്യം നന്നായിട്ട് അറിയുന്നത് അള്ളാഹുവാണ്. നമുക്കത് തന്നാൽ അത് ഹൈറാവോ അതല്ല അത് പ്രതികൂലമായി ബാധിക്കോ എന്നറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമുക്കത് തരും, തരാതിരിക്കും ഒക്കെ ചെയ്യും. ഒരുപക്ഷെ തരാതിരിക്കുന്നത് എന്തായിരിക്കും? നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു കാര്യം നമുക്ക് തന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താണ് എന്ന് അള്ളാഹുവിനാണ് ഏറ്റവും നന്നായിട്ട് അറിയുക. അതുകൊണ്ട് ചിലപ്പോൾ അത് തരാതെ പിടിച്ചു വെക്കും. അതും എന്തുകൊണ്ടാണ്? പ്രാർത്ഥിച്ചിട്ട് നമുക്കത് തരാത്തത് ഒരു പക്ഷേ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. അതായത് അത് മുഖേന നമ്മളെ റബ്ബിനെ മറന്ന്, കുറേ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ചിലപ്പോൾ അള്ളാഹിനെ മറന്ന്, പിന്നെ നമ്മൾ പരലോകം മറന്ന് അവസാനം നമുക്ക് സ്വർഗം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും എന്ന കാര്യം നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ തരാതിരിക്കും. അതുകൊണ്ട് പക്ഷേ എന്നാലും ആ പ്രാർത്ഥിച്ചത് നഷ്ടാവോ? ഇല്ല, അത് തരും ചെയ്യും, അതിൻ്റെ പ്രതിഫലവും തരും. അതുകൊണ്ട് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പ്രാർത്ഥനകൾ പഠിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞിരുന്നു, സൂചിപ്പിച്ചു പോയിരുന്നു. നമ്മളെ മൊബൈലിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവുമല്ലോ, ആ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനത്തെ പ്രാർത്ഥനകൾ പഠിക്കാൻ പറ്റുന്ന ആപ്പുകളും കൂടി കൊണ്ടടക്കുക. അപ്പോൾ അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി അസ്മാഇന വ അബ്സ്വാരിന വ അസ്വാജിന വ ദുരിയാതിന. അതൊരു പ്രാർത്ഥനയാണ്, ബർക്കത്ത് ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹുവേ,
ഞങ്ങളുടെ കേൾവിയിലും ഞങ്ങളുടെ കാഴ്ചയിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സ്വാരിനാ വ അസ്വാജിനാ വ ദുർരിയാതിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ കേൾവിയിലും ഞങ്ങളുടെ കാഴ്ചയിലും ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മുന്നോട്ട് പോവുക. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയുമൊക്കെയായി നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ടാകും, പാപങ്ങളുണ്ടാകും, വീഴ്ചകളുണ്ടാകും, ന്യൂനതകളുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യതകളെല്ലാം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആരോഗ്യം ക്ഷയിച്ച് രോഗം ബാധിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്ക് നമുക്കുമൊക്കെ നല്ല പരിപൂർണമായ ആയുസ്സാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഭാര്യയുടെ കാര്യത്തിലും ഭർത്താവിൻ്റെ കാര്യത്തിലും മക്കളിലും സമ്പത്തിലും കച്ചവടത്തിലും വീട്ടിലും കുടുംബത്തിലും എല്ലായിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബർക്കത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിം സഹോദരങ്ങളും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. മക്കളെ ചികിത്സിക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കൾ, അവസാനം വീട് വരെ നഷ്ടപ്പെടുന്നവർ, ലോൺ എടുത്ത് ആ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നവർ, ജപ്തി ചെയ്യപ്പെടുന്ന അവസ്ഥയിലെത്തി നിൽക്കുന്ന അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. പടച്ച റബ്ബ് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഫിലസ്തീൻ സഹോദരങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ഭയവിഹ്വലമായൊരു അവസ്ഥയൊക്കെ നമുക്കറിയാം. ആ ഒരു പ്രയാസത്തിന് ശേഷം, ആ ഒരു ഭയത്തിന് ശേഷം അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകുകയും സമ്പൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما اللهم بارك لنا في أسماعنا وأبصارنا وأزواجنا وذرياتنا رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.